ഹലോ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലായോ? കക്ക റോസ്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുണ്ട്. ഇതിന്റെ ക്ലീനിങ് വന്നിട്ട് കുറച്ച് പ്രയാസമാണ്. കുക്കിംഗ് വളരെ എളുപ്പമാണ്, രുചിയും അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു കക്ക റോസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത്. അതിനായിട്ട് കക്ക നന്നായി ക്ലീൻ ചെയ്യണേ. അതിന്റെ ബാക്കിൽ ഒരു കറുപ്പ് സാധനം ഉണ്ട്, അതൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ ക്ലീൻ ചെയ്യാൻ. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, അപ്പം അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് നമ്മുടെ കക്കിയൊക്കെ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി. ആ സമയം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. പേസ്റ്റാക്കി എടുത്താലും കുഴപ്പമില്ല, ഞാനിവിടെ ചതച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാ നമ്മുടെ കക്ക നന്നായി തിളയ്ക്കുന്നുണ്ട്. ആ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ സമയം നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മളുടെ സവോള ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് വലിപ്പത്തിലുള്ള 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ സവോള നന്നായി വഴറ്റിയെടുക്കണം. അതിന് കുറച്ച് ഉപ്പിട്ടിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ വേഗം ആവും കേട്ടോ. എന്നിട്ട് അതിലേക്ക് 3 പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ട്. കുറച്ച് വാടിയ പച്ചമുളകാണ് എൻ്റെത്. അപ്പോൾ നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇട്ടോളൂ കേട്ടോ. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്തിട്ട് അതെല്ലാം ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ടുള്ള മസാലകൾ എടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും കുറവെടുത്തത്. പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ കക്ക ഇറച്ചി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ആ ചൂടായിട്ടുള്ള മസാലയിലേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. കൂടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് 15 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഓക്കെ, ബൈ.